ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫോർമൽ വെയറിന് വാട്ടർ കളർ വെച്ച് കളർ ചെയ്തെടുത്താലോ. അപ്പോൾ ഇതിൻ്റെ പെൻസിൽ ഡ്രോയിങ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആദ്യമായിട്ട് നമ്മളിതിൻ്റെ സ്കിൻ ടോണാണ് ചെയ്തെടുക്കണേ. അതിൻ്റെയും ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്കും താഴെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ 3 കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്കിൻ ടോൺ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പേജ് ഹ്യൂ, പ്രഷ്യൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, സ്കാർലറ്റ് ലേക്ക്, പിന്നെ കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് സ്കിൻ ടോൺ ചെയ്തെടുക്കണേ. സ്കിൻ ടോൺ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഷെയ്ഡിങ് ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡാർക്ക് ബ്രൗൺ പെൻസിൽ എടുത്തിട്ടാണ് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കോട്ടൺ ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഈക്വൽ എമൗണ്ട് ഓഫ് പെയിൻറ്റ്, ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും മിക്സ് ചെയ്തിട്ടാണ്. ഞാനിവിടെ ഷർട്ട് കോട്ടൺ ആണ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ വൈറ്റ് കളറാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രൗൺ കളർ പാൻറ്റിന് മാച്ചായിട്ട് ഞാൻ വൈറ്റ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് പെയിൻറ്റും വേറെ ഒരു കളറാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായേനെ. ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും ഈക്വൽ എമൗണ്ട് ഓഫ് പെയിൻറ്റും എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. ഷൂസിൽ അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ട് വൈറ്റ് കളറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളത്. പിന്നെ ഈ ഷർട്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രേ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഷെയ്ഡിങ്ങും ഫോൾഡൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ യെല്ലോ കളർ വൈറ്റിൽ കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടും. അതും നല്ലതായിരിക്കും. അടുത്തതായി നമുക്ക് കോർഡ്രോയ് പാൻറ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം ഒരു ബേസ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ട്രോക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേൺസേനെ എടുത്തിട്ടാണ് ബേസ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. 2 ലെഗിലും പിന്നെ ബെൽറ്റിൻ്റെ സ്ട്രാപ്പിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബെൽറ്റ് ബ്ലാക്ക് കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ലെഗിൽ മുകളിൽ നിന്ന് താഴ്ത്തിക്ക്, അതായത് വെർട്ടിക്കൽ രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആ ഒരു ടെക്സ്ചറും വരുന്നത് ആ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ 2 ലെഗിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ബേൺസിയനയുടെ കൂടെ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലത്തെ സ്ട്രോക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ 000 ബ്രഷ് വെച്ചിട്ട് വളരെ തിന്നായിട്ടാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നാലാണ് ആ കോർഡ്രോയ് ടെക്സ്ചർ നന്നായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഡാർക്ക് ബ്രൗൺ പെൻസിൽ എടുത്തിട്ട് പാൻറ്റിനും ലെതർ ബാഗിനും ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ലെഗ് ബാക്കിലേക്ക് നിൽക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ ആ ലെഗിൽ കൂടുതൽ ഷെയ്ഡിങ് വരും. അപ്പോൾ ആ ലെഗ് കുറച്ച് ഡാർക്കറായിട്ട് പെൻസിൽ വെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ബാഗിൻ്റെ ഔട്ട്ലൈനും ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് ഡൂഡിൽ പെൻ എടുത്തിട്ട് ബെൽറ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബെൽറ്റിൻ്റെ ബക്കിള് ഒരു ഗോൾഡൻ ഷെയ്ഡാണല്ലോ വരിക. അപ്പോൾ ഗോൾഡൻ ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ടാണ് ഞാനത് ഫിനിഷ് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ ലെതർ ബാഗിൻ്റെ ബക്കിൾസൊക്കെ ഒരു ഗോൾഡൻ ടെക്സ്ചറാണല്ലോ വരിക. അതും ഗോൾഡൻ ഗ്ലിറ്റർ പെന്ന് വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അടുത്തത് ഹെയർ ചെയ്യാനായിട്ട് ഞാൻ യെല്ലോ ഒക്കറാണ് എടുക്കണേ. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ഹെയറാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ഡൂഡിൽ പെന്ന് വെച്ചിട്ട് എല്ലാം ഔട്ട്ലൈൻ ചെയ്തെടുക്കും. അപ്പോൾ ഡൂഡിൽ പെന്നിൽ തന്നെ ഏറ്റവും തിന്നായിട്ടുള്ള 0.1 0.2 ഒക്കെ എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതണേ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബായ്.